നമ്മളുടെ ഈ കൊച്ചു യാത്ര അബുദാബിയിലേക്കാണ് കേട്ടോ. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അത്യാവശ്യം ദൂരം യാത്ര ചെയ്തിട്ട് വേണം അബുദാബിയിലേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അബുദാബിയിലെ ഒരു സ്റ്റേ ആണ് കേട്ടോ. ഇവിടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ബാബ്സ് ടെമ്പിളിൽ തൊഴുക എന്നുള്ളതാണ് കേട്ടോ. അതായത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇപ്പോൾ ഈ അടുത്തായിട്ട് ഓപ്പൺ ചെയ്തതാണ് യുഎയിലെ ഏറ്റവും വലിയ ടെമ്പിളായ ബാബ്സ് ഹിന്ദു മന്ദിർ. 108 അടി ഉയരവും 262 അടി നീളവും 180 അടി വീതിയുമുണ്ട് ഈ മന്ദിറിന്. വടക്കൻ രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് സ്റ്റോണും ഇറ്റലിയിൽ നിന്നുള്ള മാർബിളൊക്കെ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വ്യത്യസ്ത മതപശ്ചാത്തലത്തിലുള്ള ആളുകൾക്കിടയിൽ അണ്ടർസ്റ്റാൻഡിംഗ്, അക്സെപ്റ്റൻസ് ആൻഡ് യൂണിറ്റി എന്നിവ വളർത്തിയെടുക്കുന്നതും യുഎയുടെയും ഇന്ത്യയുടെയും ഒരു നല്ല ബന്ധത്തെ പ്രതിനിധീകരിക്കുന്നതുമായ ഒരു പ്രതീകമാണ് ഈ ഒരു ടെമ്പിൾ. ഇവിടെ രാമായണം, ശിവപുരാണം, ഭാഗവതം, മഹാഭാരതം, ഹിന്ദു പുരാതന വ്യക്തികളുടെ ജീവിതം എന്നിവയിൽ നിന്നുള്ള കഥകൾ, അറേബ്യൻ, ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, തദ്ദേശീയ, അമേരിക്കൻ മറ്റ് നാഗരികതകളിൽ നിന്നുള്ള കഥകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ടെമ്പിളിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ. ഞങ്ങൾ വന്നിരിക്കുന്നത് അത്യാവശ്യം ചൂടുള്ള സമയത്താണ് കേട്ടോ. ശരിക്കും ഈ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത് നല്ല തണുപ്പ് കാലത്തോ അല്ലെങ്കിൽ ഈ ചൂടൊക്കെ മാറിയിട്ടുള്ള ടൈമിലാണ് കേട്ടോ. കാരണം എങ്കിൽ നിങ്ങൾക്ക് ഈ പുറത്തെ കാഴ്ചകളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരുപാട് വിശേഷാൽ പൂജകളും രാത്രി ഗംഗ ആരതിയൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു കാലാവസ്ഥയിൽ മറ്റൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാം. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു രാജ്യത്ത് ഇത്രയും വലിയ, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ടെമ്പിൾ നിർമ്മിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അതിന് നമുക്ക് ഇവിടുത്തെ ഭരണാധികാരികളോട് വലിയൊരു സല്യൂട്ട്. ഈ ചുവരുകളിലെല്ലാം കാണുന്നത് ഓരോ സ്റ്റോറീസാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അതൊക്കെ നിന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, വന്ന ടൈം അത്ര ശരിയല്ല, അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഓടിച്ചിട്ട് കാണുമായിരുന്നു. ഈ ടെമ്പിളിലേക്ക് വരണമെങ്കിൽ മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്യണം കേട്ടോ. അതിൻ്റെ QR കോഡും എല്ലാം അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യും. അതുമാത്രമല്ല, ഇവിടുത്തെ ചെക്കിങ് പ്രോസസ്സൊക്കെ നമ്മൾ എയർപോർട്ടിലൊക്കെ കാണുന്ന പോലെയാണ് കേട്ടോ. ഉച്ചയായിട്ടാണ് നമ്മൾ ടെമ്പിളിൽ എത്തിയിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ പ്രധാന പ്ലാൻ എന്ന് പറഞ്ഞാൽ ബാബ്സ് ടെമ്പിളിൽ വന്നതിന് ശേഷം പിന്നെ അബുദാബിയിൽ സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അബുദാബിയിലെ കോപ്തോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ചെറിയൊരു റൂം ടൂറാണ് കേട്ടോ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിറ്റി വ്യൂ ഉള്ള ഒരു റൂമാണ്. അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീനുമാണ്. ഞങ്ങളെയൊക്കെ കൂടുതൽ റൂം എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് കേട്ടോ അവിടെ കണ്ടത്. മൂപ്പരവിടെ ഓടി നടന്ന് കളിക്കുന്നുണ്ട്. എന്തായാലും നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇങ്ങനെയൊരു സ്റ്റേക്കേഷനും ഇങ്ങനെയൊരു ട്രാവലും നമുക്ക് അത്യാവശ്യമായിരുന്നു. കുറച്ചധികം ദിവസം നാട്ടിൽ നിന്നതിന് ശേഷം വരികയല്ലേ, അപ്പോൾ ആ ഒരു വിഷമം മാറ്റുക എന്നുള്ളതായിരുന്നു പ്രധാന ഉദ്ദേശം. അയ്യോ, പ്രധാന വിഷയത്തിൽ നിന്നും തെന്നി മാറിയ പോലെ നമ്മളിപ്പോൾ ഹോട്ടലിൽ റൂം ടൂറല്ലേ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഉച്ചയ്ക്ക് മന്ദിറിൽ തൊഴുതിന് ശേഷം ലഞ്ച് കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾക്ക് പൂളിലേക്ക് പോകണം. അതും നമ്മളുടെ ലിസ്റ്റിലുള്ള ഒരു പ്രധാന ഐറ്റമാണ് കേട്ടോ, പൂളിൽ പോകാന്നുള്ളത്. കാരണം ഇതുവരെ രുദ്രയെ നമ്മൾ പൂളിലൊന്നും ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇതാവട്ടെ അവൻ്റെ ആദ്യത്തെ ഒരു തുടക്കം. ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ നീന്തൽ പഠിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ. പഠിച്ചതല്ല, പഠിപ്പിച്ചതാണ് അമ്മ. അപ്പോൾ അവനും എൻ്റെ മകനും എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു വയസ്സൊക്കെ ആകുമ്പോഴേക്കും നീന്തലൊക്കെ ഒന്ന് പഠിപ്പിക്കണം എന്നൊരു അതിമോഹം എൻ്റെ മനസ്സില്ലാതില്ല. അത് പോട്ടെ, എന്തായാലും നമ്മൾ അത്യാവശ്യം ടൈം പൂളിലൊക്കെ സ്പെൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ സേഫ്റ്റിക്കുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല പൂളിലാണെങ്കിൽ അവൻ്റെ പ്രായത്തിലും അവൻ്റെ പ്രായത്തേക്കാൾ കൂടുതലും ഒക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ മൂപ്പർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അത്യാവശ്യം നല്ലൊരു ട്രാവലും പിന്നെ അമ്പലത്തിലൊക്കെ പോകാൻ പറ്റി. പിന്നെ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു. ദേ ഇപ്പോൾ നൈറ്റിൽ നിന്ന് നമ്മളുടെ പുറത്തേക്കുള്ള ഒരു സിറ്റി വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. കണ്ടിടത്തോളം അബുദാബി എനിക്ക് അത്യാവശ്യം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. കാരണം മറ്റുള്ള എമിറേറ്റ്സിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ റോഡിലൊക്കെ ട്രാഫിക്കൊക്കെ കുറച്ച് കുറവാണ്, തിരക്ക് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ ഹോളിഡേയ്സ് കാരണമാണോന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇതിൻ്റെ മറ്റൊരു പാർട്ടായിട്ട് ഉടൻ വരാം.